ഹലോ ഹായ് നമസ്കാരം. നോളജ് വ്ലോഗറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 ഫിസിക്സിലെ സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അവസാനമായിട്ട് നമ്മൾ പറഞ്ഞു നിർത്തിയത് പി എൻ ജംഗ്ഷനെ കുറിച്ചിട്ടാണ്. പി എൻ ജംഗ്ഷൻ, പി ടൈപ്പ് എൻ ടൈപ്പ് സെമി കണ്ടക്ടേഴ്സിനെ ജോയിൻ ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു പി എൻ ജംഗ്ഷൻ ഫോം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഡയോഡുകളും ട്രാൻസിസ്റ്ററുകളും ഒക്കെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. ആ പി എൻ ജംഗ്ഷൻ ഡയോഡാണ് ആക്ച്വലി അതിലൊക്കെ വർക്ക് ചെയ്യുന്ന കമ്പോണൻസിലൊക്കെ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, പി എൻ ജംഗ്ഷൻ ഫോർമേഷന്റെ സമയത്ത് നമ്മൾ എന്താ പറഞ്ഞത്? പി ടൈപ്പ് സെമി കണ്ടക്ടർ എൻ ടൈപ്പ് സെമി കണ്ടക്ടറും കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ എന്തുണ്ടാക്കി? ഒരു പി എൻ ജംഗ്ഷൻ ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു പി സൈഡിൽ നിന്ന് മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസ് എൻ സൈഡിലേക്കും എൻ സൈഡിലെ മെജോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് പി സൈഡിലേക്കും എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും അല്ലെ? അങ്ങനെ ഫ്ലോ ചെയ്യുമ്പോൾ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത ഡിഫ്യൂസ് ആയ ആ ചാർജ് കാരിയേഴ്സ് കാരണം തന്നെ ഈ പി സൈഡിൽ ഒരു നെഗറ്റീവ് ലെയർ ഓഫ് ചാർജസും എൻ സൈഡിൽ ഒരു പോസിറ്റീവ് ലെയർ ഓഫ് ചാർജസും ഫോം ചെയ്യും. ഈ ലെയേഴ്സിനെ ഒരുമിച്ച് നമ്മൾ വിളിച്ച പേരാണ് എന്ത്? ഡിപ്ലീഷൻ റീജിയൻ. ശരിയല്ലേ? അതായത് അപ്പൊ അവിടെ നമ്മൾ പറഞ്ഞു രണ്ട് ടൈപ്പ് കറണ്ട് കൂടി ഉണ്ടാവുന്നുണ്ട്. അതായത് ഇങ്ങനെ മെജോറിറ്റി കാരിയേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്യുന്നത് കൊണ്ട് അവിടെ ഒരു കറണ്ട് ഉണ്ടാവും. അത് ഡിഫ്യൂഷൻ വഴിയാണ് അവർ ഫ്ലോ ചെയ്യുന്നത്, അതുകൊണ്ട് ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. ഇനി കുറച്ചു നേരം കഴിയുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ആവും. ആ ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഈ ഡിഫ്യൂഷനെ റെസിസ്റ്റ് ചെയ്യും അല്ലെ? അതായത് ഫർദർ ഡിഫ്യൂഷൻ നടക്കാത്ത രീതിയിലേക്ക് ആ ഇലക്ട്രിക് ഫീൽഡ് ആക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടായ പൊട്ടൻഷ്യലാണ് നമ്മൾ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഈ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത് അവിടെ ഇനി എന്തില്ല? ചാർജ് കാരിയേഴ്സ് ഇല്ല, ഫ്ലോ ചെയ്യുന്ന ചാർജസ് ഇല്ല. അതെന്തായി പോയി? ഡിപ്ലീറ്റഡ് ആയി. അവിടുത്തെ ചാർജ് കാരിയേഴ്സ് എല്ലാം ഡിപ്ലീറ്റഡ് ആയി. അതിനെയാണ് നശിച്ചുപോയി. അതിനാണ് നമ്മൾ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയുന്നത്. അപ്പൊ ആ റീജിയനിൽ പിന്നെ ഉള്ളത് ഇമ്മൊബൈൽ ആയിട്ടുള്ള, അതായത് മൂവ് ചെയ്യാൻ പറ്റാത്ത കുറെ അയോണുകളാണുള്ളത്. ഈ അയോണുകളാണ് എന്ത് ചെയ്യുന്നത്? ഡിപ്ലീഷൻ റീജിയൻ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവരുടെ പ്രസൻസ് കാരണമാണ് ഫർദർ ഡിഫ്യൂഷൻ നടക്കാത്തത്. അപ്പൊ നമ്മൾ അതിനെ എന്തോന്ന് വിളിച്ചു? ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് വിളിച്ചു, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ എന്ന് വിളിച്ചു. ഇനി ഇതിന്റെ അകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവാന്ന് വെച്ചാൽ, അപ്പോൾ ആക്ച്വലി ഇവിടെ കറണ്ട് ഒന്നും ഇല്ല, ശരിയല്ലേ? അതായത് ആദ്യം ഡിഫ്യൂഷൻ കറണ്ട് ഉണ്ടാവും. അതായത് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഡെവലപ്പ് ആയപ്പോൾ ഡ്രിഫ്റ്റ് നടന്നു. ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മൈനോറിറ്റി കാരിയേഴ്സ് നടക്കും. അതായത് പി സൈഡിൽ മെജോറിറ്റി കാരിയേഴ്സിന്റെ ഫ്ലോയിനാണ് നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി പി സൈഡിൽ മെജോറിറ്റി കാരിയേഴ്സ് മാത്രമല്ല, അതായത് ഹോൾസ് മാത്രമല്ല ഉള്ളത്, അവിടെ ആര് കൂടി ഉണ്ട്? മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്. കുറച്ച് ഉള്ളെങ്കിലും കുറച്ച് ഇലക്ട്രോൺസ് അവിടെ ഉണ്ട്. അതുപോലെ എൻ സൈഡിൽ കുറച്ച് ഹോൾസും ഉണ്ട്. ഇവരെന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇലക്ട്രിക് ഫീൽഡ് കാരണം ഇലക്ട്രിക് ഫീൽഡ് എന്ത് ചെയ്യും? ഇവരെ ഇങ്ങോട്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അതായത് പി സൈഡിലുള്ള ഇലക്ട്രോൺസ് മൈനോറിറ്റി കാരിയേഴ്സിനെ എൻ സൈഡിലേക്കും എൻ സൈഡിലുള്ള മൈനോറിറ്റി കാരിയേഴ്സ് ആയിട്ടുള്ള ഹോൾസിനെ പി സൈഡിലേക്കും ഡ്രിഫ്റ്റ് ചെയ്യും. ആരാ ഡ്രിഫ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആണ് ഡ്രിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഇലക്ട്രിക് ഫീൽഡ് ഇതുപോലെ നമ്മള് ഈ ചാർജ് കാരിയേഴ്സിനെ ഡ്രിഫ്റ്റ് ചെയ്യുന്നത് വഴി ആ ചാർജ് കാരിയേഴ്സ് ഫ്ലോ ചെയ്യണം. അപ്പൊ അവിടെ എന്തുണ്ടാവും? ഡ്രിഫ്റ്റ് കറണ്ട് ഉണ്ടാവും. അപ്പോൾ തുടക്കം ഡിഫ്യൂഷൻ കറണ്ട് ആയിരിക്കും കൂടുതൽ. കുറച്ച് കഴിയുമ്പോൾ ഡിഫ്യൂഷൻ കറണ്ട് കുറഞ്ഞിട്ട് ഡ്രിഫ്റ്റ് കറണ്ട് കൂടാൻ തുടങ്ങും. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ എത്തിക്കഴിയുമ്പോൾ അറ്റ് ഈക്വിലിബ്രിയം എന്ന് നമുക്ക് പറയാം. അറ്റ് ഈക്വിലിബ്രിയം ഈ ഡിഫ്യൂഷൻ കറണ്ടും ഡ്രിഫ്റ്റ് കറണ്ടും ഈക്വൽ ആവും. അറ്റ് ഈക്വിലിബ്രിയം ഡിഫ്യൂഷൻ കറണ്ട് വിൽ ബി ഈക്വൽ ടു ഡ്രിഫ്റ്റ് കറണ്ട്. അപ്പോൾ നമുക്ക് പറയാം ഇത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി ഡ്രിഫ്റ്റ് കറണ്ട് ഏത് ഡയറക്ഷനിലേക്കാണ് ഒഴുകുന്നത്? അതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഡ്രിഫ്റ്റ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇവർ ഈക്വൽ ആണ്, ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ പി എൻ ജംഗ്ഷനിലെ നെറ്റ് കറണ്ട് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? 0 ആണെന്ന് പറയാം. അപ്പൊ സാധാരണ കേസിൽ ഈ പി എൻ ജംഗ്ഷനിൽ നെറ്റ് കറണ്ട് എന്താണ്? 0 ആണ്. പക്ഷെ നമുക്ക് 0 പോരാ. നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരെ ബയസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യും. സേ ഒരു ബാറ്ററി കണക്ട് ചെയ്താൽ മതി, ഇലക്ട്രിക് ഫീൽഡ് കൊടുത്ത പോലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതിലേക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്യാൻ പോകണം. അപ്പൊ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബയസിംഗ് ആണ്. അപ്പൊ രണ്ട് ടൈപ്പ് ബയസിംഗ് ആണ് ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത്, ഫോർവേഡ് ബയസും റിവേഴ്സ് ബയസും. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്യാനുണ്ട്. നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് V0 അല്ലെങ്കിൽ VB. ചില സ്ഥലത്ത് V0 എന്ന് കൊടുക്കുക, ചില സ്ഥലത്ത് VB എന്ന് കൊടുക്കാറുണ്ട്. രണ്ടും ഒന്നുകിൽ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ കട്ട് ഇൻ വോൾട്ടേജ്, അങ്ങനെയൊക്കെ അതിനെ പറയാറുണ്ട്. ഇനി ഈ ബാരിയർ പൊട്ടൻഷ്യൽ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. ഒന്ന്, നേച്ചർ ഓഫ് സെമി കണ്ടക്ടർ, അതായത് നമ്മൾ എടുക്കുന്ന സെമി കണ്ടക്ടറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. അതിന്റെ പ്രത്യേകതകളെ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്തെന്ന് പറയുന്നത് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഇപ്പൊ സിലിക്കണിന്റെ ബാരിയർ പൊട്ടൻഷ്യൽ അല്ല ജെർമിനിയത്തിന്. സിലിക്കണ് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.7 വോൾട്ട് ആണ്. പഠിക്കണം, നിർബന്ധമാണ്. അതുപോലെ തന്നെ ജെർമേനിയത്തിന് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0.3 വോൾട്ട് ആണ്. ഇനി എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്ന പറഞ്ഞാൽ, ഒന്ന്
സെമി കണ്ടക്ടറിന്റെ നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. 2 ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ടെമ്പറേച്ചർ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ടെമ്പറേച്ചർ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എനർജി കിട്ടാണ്. അപ്പൊ കൂടുതൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഹയർ സ്റ്റേറ്റിലേക്ക് ചാടിപ്പോകും. അത് നമ്മൾ പറഞ്ഞതാണ് ഇൻട്രിൻസിക് സെമി കണ്ടക്ടറിന്റെ കേസിൽ. അപ്പൊ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ എമൗണ്ട് ഓഫ് ഡോപ്പിംഗ്, അതായത് നമ്മൾ ഡോപ്പ് ചെയ്യുന്നല്ലോ, നമ്മൾ പറഞ്ഞല്ലോ പെൻഡാവാലന്റ് ഇമ്പ്യൂരിറ്റി, ട്രൈവാലന്റ് ഇമ്പ്യൂരിറ്റി ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഡോപ്പിംഗ് നടത്തുന്നത്. ആ ഡോപ്പിങ്ങിന്റെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യും എന്തെന്ന് പറയുന്നത്, ഈ ബാരിയർ പൊട്ടൻഷ്യലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബാരിയർ പൊട്ടൻഷ്യൽ 3 കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യും. 1 ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും, 2 നേച്ചർ ഓഫ് ദ സെമി കണ്ടക്ടർ ഡിപ്പെൻഡ് ചെയ്യും, 3 എമൗണ്ട് ഓഫ് ഡോപ്പിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യും. എത്രത്തോളം നമ്മൾ അതിനെ ഡോപ്പ് ചെയ്തു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഈ ആ വാല്യൂസും കൂടി ഓർത്ത് വെച്ചേക്കുക. റൂം ടെമ്പറേച്ചറിലാണെങ്കിൽ ജർമേനിയത്തിന് ബാരിയർ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ 0.3 വോൾട്ടും സിലിക്കണ് ബാരിയർ പൊട്ടൻഷ്യൽ 0.7 വോൾട്ടും ആണ്. ഓക്കെ, ഇനി ഡോപ്പിംഗ് കൂട്ടിയാൽ എന്ത് സംഭവിക്കും? ഡോപ്പിംഗ് കൂടുതലാണെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഡോപ്പിംഗ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഡോപ്പിംഗ് കൂടി കഴിഞ്ഞാൽ കരിയർ കോൺസെൻട്രേഷൻ കൂടും, ശരിയല്ലേ? ഡോപ്പിംഗ് കൂടിയാൽ അവിടെ ഉണ്ടായിരുന്ന മെജോറിറ്റി കാരിയേഴ്സിന്റെ എണ്ണം കൂടും, അല്ലെ? കരിയർ കോൺസെൻട്രേഷൻ കൂടുതലാണെങ്കിൽ ഡിപ്ലീഷൻ റേഞ്ചിന്റെ വിഡ്ത് എന്താ ചെയ്യുക? കുറയാ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. ഒന്നും കൂടി പറയാം. ഡോപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളെ ആഡ് ചെയ്യുന്ന ഇമ്പ്യൂരിറ്റി, കൂടുതൽ ഇമ്പ്യൂരിറ്റി നമ്മൾ ആഡ് ചെയ്യണം. അപ്പൊ ഡോപ്പിംഗ് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്, ഡിപ്ലീഷൻ റെയർ വിഡ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണം. നമ്മൾ ഡിപ്ലീഷൻ റെയറിലൊക്കെ വരച്ച് കാണിച്ചു തന്നതാണ്. ആ റീജിയൻ എന്ന് പറയുന്നത്, അതിനാണ് ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയാം. ആ റീജിയന്റെ വിഡ്ത് എന്താ ചെയ്യുക? കുറയാണ് ചെയ്യുക. ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത് കുറയാണെങ്കിൽ ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്തത്? ബാരിയർ പൊട്ടൻഷ്യലിന് നമ്മൾ റെപ്രസെന്റ് ചെയ്തത് VB എന്നാണ്. അത് എന്ത് ചെയ്യും? കൂടും. അപ്പൊ അതുകൊണ്ട് പറയാം, ഡോപ്പിംഗ് കൂടിയാൽ ഡിപ്ലീഷൻ റേഞ്ചിന്റെ വിഡ്ത് കുറയും, ബാരിയർ പൊട്ടൻഷ്യൽ എന്ത് ചെയ്യും? കൂടും. അത്രയാണ് നമുക്ക് ഇത്രയും നമ്മൾ പഠിച്ചിരുന്നത് നോട്ട് ചെയ്യാൻ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന പോയിന്റ്സ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ PN ജംഗ്ഷനിലേക്ക് ബയസിംഗ് കൊടുക്കാം. അതിനു മുമ്പ് നമ്മൾ ഈ PN ജംഗ്ഷൻ യൂസ് ചെയ്തിട്ട് കൺസ്ട്രക്ട് ചെയ്യുന്ന കമ്പോണൻസിൽ ഒരെണ്ണമാണ് ഡയോഡ്. നമ്മൾ ആ ഡയോഡുകൾ വിളിക്കുന്ന പേര് സെമി കണ്ടക്ടർ ഡയോഡുകൾ എന്നാണ്. എല്ലാം, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന കമ്പോണൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന എല്ലാ ഡയോഡുകളും, സെന ഡയോഡ് ആണെങ്കിലും സോളാർ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണെങ്കിൽ LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് LED എന്ന് പറയുന്നത്. അതെല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? സെമി കണ്ടക്ടർ വെച്ചിട്ടാണ്. അപ്പൊ അവരൊക്കെ കോമൺ ആയിട്ട് നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പൊ ഈ സെമി കണ്ടക്ടർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ പഠിച്ച ഈ PN ജംഗ്ഷൻ ഉണ്ടല്ലോ, അതിന്റെ 2 ലീഡിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? ബാറ്ററി കൊടുക്കും, അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കും. അപ്പൊ നമുക്ക് പറയാം, ഈ നമ്മൾ എടുത്തിരിക്കുന്ന PN ജംഗ്ഷനിലെ ആ 2 ലീഡ് ഉണ്ടല്ലോ, അതായത് മെറ്റാലിക് കോണ്ടാക്ട് നമ്മൾ അതിന് പറയാം. അതായത് 2 ലീഡ് പുറത്തേക്ക് ഇങ്ങനെ വരച്ചു വെച്ചേക്കണോ? ഈ ഫിഗറിന്റെ അകത്ത് ഈ വരച്ചു വെച്ചിരിക്കുന്ന ഈ ലീഡ്, ഇതും അതുപോലെ തന്നെ ഇതും, ഈ 2 ലീഡുകളെയാണ് നമ്മൾ എന്ത് പറയാ? മെറ്റാലിക് കോണ്ടാക്ട്. അപ്പൊ ഇതാണ് നമ്മൾ ഇത്ര നേരം പറഞ്ഞുകൊണ്ടിരുന്ന PN ജംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ 2 സൈഡിൽ എന്ത് കൊടുത്തു? മെറ്റാലിക് ലീഡ് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ എന്ത് കൊടുക്കും? വോൾട്ടേജ് കൊടുക്കും. അങ്ങനെ നമുക്ക് എന്ത് കിട്ടും? സെമി കണ്ടക്ടർ ഡയോഡ് ഇങ്ങനെ ലീഡ്. ഇപ്പൊ ഇതിന്റെ സിമ്പിൾ ആണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. ഒരു ഡയോഡ് നമ്മൾ സിംബോളിക്കലി, നമ്മൾ റെസിസ്റ്ററിന്റെ സിമ്പൽ ഇങ്ങനെ പറയാറില്ലേ? റെസിസ്റ്ററിന്റെ സിമ്പൽ ഇതാണ്. പക്ഷെ ഈ കമ്പോണന്റ് ഇങ്ങനെയല്ല ഇരിക്കുക. അതിനെ നമ്മൾ സിംബോളിക്കലി സർക്യൂട്ട് ഡയഗ്രത്തിൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക? ഇങ്ങനെ റെപ്രസെന്റ്. അതുപോലെ തന്നെ കപ്പാസിറ്റർ ഇങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുക, അല്ലെ? അങ്ങനെയാണെങ്കിൽ ഡയോഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഡയോഡിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഇതിൽ ഓർത്ത് വെച്ചേക്കുക, ഈ റീജിയൻ ഉണ്ടല്ലോ, ഈ ലൈൻ പോലെ കാണിച്ചിരിക്കുന്നത് നെഗറ്റീവും ഈ മറ്റേ ഓപ്പോസിറ്റ് കിടക്കുന്നത് പോസിറ്റീവ് ആണ്. അതായത് ഈ ഫസ്റ്റ് വരുന്ന ഈ ഭാഗം എന്ന് പറയുന്നത് പോസിറ്റീവ് എന്നല്ല, എന്താ പറയാ, നമ്മുടെ PN ജംഗ്ഷന്റെ ആയിട്ടുള്ള P സൈഡും, അതുപോലെ തന്നെ ഈ നെഗറ്റീവ് ഈ ഭാഗത്തിന് നമ്മൾ N സൈഡ്, നമ്മുടെ PN ജംഗ്ഷന്റെ ആയിട്ടുള്ള P ടൈപ്പ് സെമി കണ്ടക്ടർ, N ടൈപ്പ് സെമി കണ്ടക്ടർ. അപ്പൊ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് ആയിരിക്കും. അത്രയും ഓർത്ത് വെച്ചേക്കാം. ക്ലിയർ ആണല്ലോ?